കേരളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഒരു സൈഡിൽ കാണുന്നത്. കൊച്ചിയിലെത്തിയപ്പോഴുള്ള ദൃശ്യങ്ങളാണ്. പ്രധാനമന്ത്രി വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ എത്തിയപ്പോൾ കളക്ടറുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നടത്തിയതും സ്വീകരിച്ച് അദ്ദേഹത്തെ ആനയിച്ചതും. ഇപ്പോൾ പ്രധാനമന്ത്രി അല്പസമയത്തിനകം സ്വരാജ് റൗണ്ടിലേക്ക് എത്തിച്ചേരും. പിന്നീടാണ് നായ്ക്കനാലിലേക്ക് 1.5 കിലോമീറ്ററോളം റോഡ് ഷോ കടന്നു പോകാൻ പോകുന്നത്. ആ റോഡ് ഷോയിലാണ് ഒരുപക്ഷെ എന്തായിരിക്കാം കൗതുകം കരുതി വെച്ചിരിക്കുന്ന സസ്പെൻസ്. ആൾക്കൂട്ടത്തെ കയ്യിലെടുക്കാൻ പ്രധാനമന്ത്രി എന്തൊക്കെ പുതിയ സസ്പെൻസ് പുറത്തെടുക്കുമെന്നൊക്കെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ബിനിലുണ്ട്. ബിനിൽ, എപ്പോഴെത്തും പ്രധാനമന്ത്രി സ്വരാജ് റൗണ്ടിലേക്ക്? പ്രജീഷ്, ഏത് സമയവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വരാജ് റൗണ്ടിലേക്ക് എത്തിച്ചേരാം. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്നാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അവിടെ പോലീസ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. പ്രധാനമന്ത്രിയുടെ പ്രത്യേക സുരക്ഷാ സേന, SPG ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ അവിടെയുണ്ട്. കാരണം പ്രധാനമന്ത്രി ആ ജംഗ്ഷനിൽ നിന്ന് ആ വാഹനവ്യൂഹത്തിൽ നിന്ന് പുറത്തിറങ്ങി ഒരു റോഡ് ഷോയായി തന്നെ അദ്ദേഹം ഈ വലിയ ആവേശം വാരി വിതറിക്കൊണ്ട് സ്വരാജ് റൗണ്ടിലൂടെ പുലി ഇറക്കത്തിൻ്റെ മണ്ണിൽ, അതോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ മണ്ണിൽ, വടക്കുന്നാഥൻ്റെ മണ്ണിൽ പ്രധാനമന്ത്രിയുടെ ഒരു പുലിയിറക്കം തന്നെ പ്രതീക്ഷിച്ചാണ് BJP പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നത്. ഏതാണ്ട് 3-4 മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഈ സ്വരാജ് റൗണ്ടിൻ്റെ ഇരുവശവും പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം നാരീശക്തി സംഗമത്തിലേക്ക് എത്തുമ്പോൾ കൂടി നിൽക്കുന്ന പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകിക്കൊണ്ട് പോകുക എന്നത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. 10,000-കണക്കിന് പ്രവർത്തകരെ അഭിമുഖീകരിച്ചുകൊണ്ട് അവരെ കൈവീശി അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി തൃശ്ശൂർ പൂരത്തിന്റെ മണ്ണിൽ സ്വരാജ് റൗണ്ടിലൂടെ കടന്നു പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 1.5 കിലോമീറ്ററാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത്. ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് നടുവിലാൽ വരെയാണ് പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പ്രധാനമന്ത്രിക്കായി കാത്തു നിൽക്കുകയാണ് സ്വരാജ് റൗണ്ടിന് ഇരുവശവും കൂടിയിരിക്കുന്ന 10,000-കണക്കിന് BJP പ്രവർത്തകർ. ഈ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ 2 ഭാഗത്തായി ബാരിക്കേഡ് കെട്ടി 1000-കണക്കിന് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ പ്രവർത്തകർ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങൾ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാര്യം വലിയ രീതിയിൽ പ്രവർത്തകരെത്തിയിരിക്കുന്നു. അവരെ എല്ലാം തന്നെ ബാരിക്കേഡ് കെട്ടി ഒരു വശത്തേക്ക് മാറ്റി നിർത്തിയാണ് പ്രധാനമന്ത്രിക്കായി വരിയൊടിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശ്ശൂർ സന്ദർശനത്തിനായി 8 ജില്ലകളിൽ നിന്നുള്ള BJP പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ തന്നെയാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് എത്തുന്നത്. ഇതിന് പ്രധാനമന്ത്രിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കമെന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം തൃശ്ശൂർ BJP വലിയ സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ള മണ്ഡലമാണ്. സുരേഷ് ഗോപിയെ മുൻനിർത്തിയവർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു പോരാട്ടം ഇവിടെ നടത്താൻ കഴിയും. പ്രധാനമന്ത്രി കൂടി എത്തുന്നതോടെ BJPക്ക് ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP നേതൃത്വം. ഇപ്പോൾ അടിമാലിയിൽ നിന്നുള്ള മറിയക്കുട്ടി BJPയുടെ സ്ത്രീ ശക്തി സംഗമത്തിൽ സംസാരിക്കാൻ അവരെ ക്ഷണിക്കുകയാണ്. അത്തരത്തിൽ ഒരുപാട് പേരെ, ഒരു സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവരെ, സ്ത്രീ വ്യക്തിത്വങ്ങളെ അങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഈ പരിപാടി അവർ സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഏത് നിമിഷത്തിനകവും ഇവിടെ ആരംഭിക്കും. അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തെ കാത്തു നിൽക്കുകയാണ് 10,000-കണക്കിന് വരുന്ന BJP പ്രവർത്തകർ. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തേക്കിൻകാട് മൈതാനത്തെ വേദിയിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈക്കം വിജയലക്ഷ്മി, ബീന കണ്ണൻ, ചലച്ചിത്ര താരം ശോഭന, PT ഉഷ, മിന്നുമണി, അങ്ങനെ പ്രധാനപ്പെട്ട വനിതകൾ, മറിയക്കുട്ടി, അങ്ങനെ വനിതാ രത്നങ്ങളെയൊക്കെ തന്നെ വേദിയിലേക്ക് എത്തിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ വേദിയിൽ 2 ലക്ഷത്തോളം വനിതകളെ എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് BJP അവകാശപ്പെടുന്നത്. അങ്ങനെ വനിതകളെ സംബന്ധിച്ചിടത്തോളം അറിയാം, രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ ഓരോ സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുമ്പോൾ അവിടെയൊക്കെ തന്നെ പ്രത്യേകം വനിതാ ഫോറങ്ങളിൽ, കൂട്ടായ്മകളിലൊക്കെ പ്രധാനമന്ത്രി വിപുലമായ വേദികളെ ധന്യമാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു വേദി BJP ഇവിടെ ഒരുക്കുന്നു. അത് ശക്തന്റെ തട്ടകത്തിൽ തേക്കിൻകാട് മൈതാനിയിൽ പൂര നഗരിയിൽ ഒരുക്കുന്നു.
അവിടേക്ക് ഇത്രത്തോളം അധികം സ്ത്രീകളെ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു അവകാശവാദമായി തന്നെ BJP ഉയർത്തുകയാണ്. വഴിത്താറുകൾ ഉടനീളം തന്നെ BJP പ്രവർത്തകർ തമ്പടിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണാൻ തൃശ്ശൂരിന്റെ പൗരാവലി കാത്തു നിൽക്കുന്നു. 8 ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ തന്നെ, അത് രാഷ്ട്രീയമായും അല്ലാതെയൊക്കെ തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കാണാൻ വേണ്ടി വരുന്ന ആളുകളും അനവധിയാണ്. അങ്ങനെ പ്രധാനമന്ത്രി കടന്നു പോകുന്ന വഴികളിലൊക്കെ തന്നെ വലിയ സുരക്ഷ ഒരുക്കിക്കൊണ്ട് പോലീസ് നന്നേ പണിപ്പെടുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഇനി സ്വരാജ് റൗണ്ടിലേക്ക് എത്തുകയാണ്. സ്വരാജ് റൗണ്ട് പ്രധാനപ്പെട്ട ഒരു നഗര പ്രദേശമാണ്. തൃശ്ശൂരിനെ ധന്യമാക്കിയിട്ടുള്ള, തൃശ്ശൂരിന്റെ തനത് പാരമ്പര്യ കലകളെയൊക്കെ തന്നെ സന്നിവേശിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നഗരിയിലേക്ക് പ്രധാനമന്ത്രി എത്തുകയാണ്. അവിടെ നിന്നും റോഡ് ഷോ ആയി പ്രധാനമന്ത്രി പോകുന്നു. നായ്ക്കനാലിലേക്ക് വരെ എത്തുകയാണ്. അവിടെ 1.5 കിലോമീറ്ററോളം റോഡ് ഷോ. പിന്നീടാണ് ഈ പ്രധാനപ്പെട്ട തേക്കിൻകാട് മൈതാനിയിലെ വേദിയിലേക്ക് അദ്ദേഹം കടക്കാൻ പോകുന്നത്. ആ വഴിത്താരകളിൽ എന്തായിരിക്കും പ്രധാനമന്ത്രി ജനങ്ങളോട് ശരീരഭാഷ കൊണ്ട് അവരോട് അഭിവാദ്യമായി അർപ്പിക്കുക? ഏതൊക്കെ രീതിയിൽ അദ്ദേഹം സസ്പെൻസ് പുറത്തെടുക്കും? പ്രധാനമന്ത്രിയെ സംബന്ധിച്ചോളം പല പല വേദികൾ നമ്മൾ രാജ്യത്തുടനീളം കണ്ടിട്ടുണ്ട്. അദ്ദേഹം ജനക്കൂട്ടത്തെ കാണുമ്പോൾ വൈകാരികമായ ഒരു ഇടപെടൽ, ശരീരഭാഷ, അഭിവാദ്യം ചെയ്യൽ, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും സസ്പെൻസ്? നേരത്തെ യുവവേദിയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ ആ ഒരു റോഡ് ഷോയിൽ നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രി പുഷ്പവൃഷ്ടി നടത്തുന്ന സമയത്ത് തന്നെ റോഡിലൂടെ ഇറങ്ങി നടന്ന് നീങ്ങി പ്രവർത്തകരെയൊക്കെ അഭിവാദ്യം ചെയ്തു, ജനക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്തു. അത് തന്നെ ആയിരിക്കുമോ ഇനി നമ്മൾ തൃശ്ശൂരിന്റെ മണ്ണിൽ നമ്മൾ കാണാൻ പോകുന്നത്?